വീറുള്ള സുന്ദരിയെ തന്നെ വേണം ഇവിടെ വാഴിക്കാൻ. ഞാനും വരണേ. നല്ല രസമുണ്ട്. വേണ്ടവരൊക്കെ വാ. ഓടി വന്നാട്ടെ വന്നാട്ടെ. ഈ മാല കൊണ്ടല്ലേ കരിമണി മാല നല്ല ഒരു മോള്. അതിനൊന്നും വേണ്ടേ? വന്നു മുതൽ കരച്ചിലും പിഴിച്ചിലും തന്നെ. സുൽത്താൻ വില പറഞ്ഞ പെണ്ണാണത്രേ. പെണ്ണിന് വിവരല്ല. കളിയും ചിരിയാട്ട് യജമാനോട് ലോഹ്യത്തിരുന്ന ഞങ്ങളുടെയൊക്കെ മേലാളത്തിയാവാം. തന്ന് യജമാനന് പ്രിയം തോന്നിയതിൽ അത്ഭുതമില്ല. പക്ഷെ അനുസരണയില്ല. യജമാന്റെ നിഴല് കണ്ട പുലിക്കുട്ടിയെ പോലെ കടിച്ചു കീറാൻ നോക്കും. മെരുങ്ങുന്ന മട്ടില്ല. അതിനെന്തെല്ലാം വഴികളുണ്ട്. ഫക്കീർ ബാബയെ വിളിച്ചൊന്ന് ഊതണം, വെള്ളം തളിക്കണം. പുലിക്കുട്ടികളെല്ലാം മുയൽക്കുട്ടികളായിട്ട് ചൂടിയിരിക്കും. എന്നാ നിങ്ങൾക്ക് 50 ദിനാർ സമ്മാനായി വാങ്ങിച്ചു തരാം. കാശിന് വേണ്ടി ആമിനെ ഫക്കീർ ബാബയെ വിളിക്കില്ല മക്കളെ. ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞ ഈ ലോകത്ത് ഒരു പുണ്യം കൂടിയായി. അതേ ഈ വയസ്സുകാലത്ത് എനിക്ക് നോട്ടമുള്ളൂ. ഞാനൊന്ന് മന്ത്രിച്ച് ഊതണോ? ഫക്കീർ ബാബ, ഫക്കീർ ബാബ, ഫക്കീർ ബാബ. ഫക്കീർ ബാബ. ഷഫ സഫ മൻസൂർ. ഷഫ മൻസൂർ. മൻസൂർ വിവരങ്ങളൊക്കെ പറഞ്ഞു. എവിടെ? ഷഫ നാളെ അവൻ വരും എന്നെ രക്ഷിക്കാൻ. ഷഫ ഈ ജനാലക്ക് നിൽക്കണം. നിലാവസ്തമിച്ചാൽ ഷഫ താഴെ കുതിരയുമായി അവൻ വന്ന് നിൽക്കും. 2 വട്ടം ചൂളം വിളിക്കും. ജനാലയിലൂടെ കയറി കെട്ടി താഴേക്ക് ചാടണം. ഷഫ നിലാവസ്തമിച്ചാൽ മൻസൂർ താഴെ. ഷഫ ഇനി എന്റെ മന്ത്രം ഫലിച്ച പോലെ എല്ലാരോടും കളിച്ച് ചിരിച്ച് പെരുമാറണം. മുകളിൽ കിഴക്കേറ്റത്ത് ജനവാതിൽ അവള് തുറന്നു വെക്കും. താഴെ കുതിരയുമായിട്ട് ചെന്ന് നിൽക്കണം. ചന്ദ്രൻ അസ്തമിച്ച് ഇരുട്ടാവുന്ന സമയം തൊട്ട് അവള് പുറത്തേക്ക് നോക്കി നിൽക്കും. മനസ്സിലായോ? നേരത്തെ അതിനടുത്ത് ഏതെങ്കിലും സത്രത്തിൽ ചെന്ന് പറ്റാം. കൊമ്പനാലിയുടെ സ്ഥലം ശരിക്കും കോട്ട തന്നെയാ. ആനക്കൊമ്പ് കച്ചവടത്തെക്കാൾ ലാഭമാണല്ലോ അടിമ കച്ചവടം. സൂക്ഷിച്ചു പോ. അവളെയും കൂട്ടി നേരെ എന്റെ വീട്ടിലേക്ക് വന്നാ മതി. പതിവില്ലാത്തൊരു തണുപ്പ്, വഴിയാത്രക്കാരും വളരെ കുറവ്. വേണ്ട, ഇവിടെ മാത്രം വീഞ്ഞിന് ഞാൻ വേറെ പണം വാങ്ങില്ല. ഭക്ഷണം വന്നാല് അതിലിതെല്ലാം പെടും. ദൂരയാത്രയാണോ? അടുത്തൊരിടത്ത്. ഇപ്പൊ സമയം എന്തായിട്ടുണ്ട്? നിലാവ് ഇറങ്ങുന്നതേ ഉള്ളൂ. സമയമുണ്ട്. നിലാവ് അസ്തമിക്കാൻ ഇനി എത്ര സമയം കാണും? ഒരുപാട്. അസ്തമിക്കാറാവുമ്പോ എനിക്ക് പുറപ്പെടണം. അതെന്താ, ഇരുട്ടിലാണോ സഞ്ചാരം? കുതിരയ്ക്ക് ഇരുട്ടിലെ വഴി കാണും, നിലാവിൽ വഴി തെറ്റാൻ എളുപ്പം. അത് ശരിയാണ്.
ഏയ് ധാരാളം സമയമുണ്ട്, നിങ്ങൾ കിടന്നോളൂ, ഞാൻ വിളിക്കാം. ഞാൻ ഉറങ്ങില്ല, എന്നാലും ഞാൻ രാത്രി ഉറങ്ങാറേ ഇല്ല, വെറുതെ ഇങ്ങനെ മനോരാജ്യം കണ്ടുകൊണ്ട് കിടക്കും. വിളിക്കണേ. ഞാൻ കൃത്യം വിളിക്കും. മൻസൂർ, കുതിരയെ താഴേക്ക് നിർത്തൂ, ഞാൻ ചാടാൻ പോന്നു. മൻസൂർ, കുതിര വിട്. ഏയ്, എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ എത്രയായി? പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ചതിച്ചല്ലോ ദൈവമേ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചതിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട്? ദ്രോഹി. ഞാൻ കൃത്യം വിളിക്കും, കിടന്നോളൂ. 2 വട്ടം ചൂളം വിളിക്കുമെന്നാണല്ലോ ആമനത്താത്ത പറഞ്ഞത്. എന്തേ, അത് മറന്നോ? മറന്നു. എടുത്തു ചാടിയ ചിലപ്പോ കൈയും കാലും മാത്രമല്ല, കഴുത്തോടി. ആ രാത്രിയിൽ കൊമ്പനാലിയുടെ കോട്ടയ്ക്ക് പുറത്ത് മറ്റൊരുത്തൻ വന്നു. അതല്ലേ വിധിയുടെ വൈചിത്ര്യം. അടിമ വ്യാപാരിയുടെ വീട്ടിൽ കടന്നാൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ച് കയറിക്കൂടാൻ വഴിനോക്കി നടക്കുമ്പോഴായിരുന്നു ജനാലയ്ക്കൽ നമ്മുടെ പെൺകുട്ടി ദയ